അപ്പോൾ ജ്യോതി മൽഹോത്രയെ കുറിച്ച് അന്വേഷണ ഏജൻസികൾ അറിഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് കൂടി നമുക്ക് ഒന്നുകൂടി അത് വിശദമായി നോക്കാം. എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, ഏത് തരത്തിലാണ് ജ്യോതി മൽഹോത്ര പാകിസ്ഥാന് സഹായം നൽകിയെന്നുള്ളതാണ്, ചാരവൃത്തി നടത്തിയെന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ആരോപണം. ഓപ്പറേഷൻ സിന്ദൂർ നടന്നിരുന്ന സമയത്ത് നേരത്തെ അനൂപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ബ്ലാക്ക് ഔട്ട് ഉൾപ്പെടെ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ എങ്ങനെയാണ് നടത്തുന്നത് ആ വിവരങ്ങൾ ഒക്കെയും പാകിസ്ഥാനെ അറിയിച്ചു. പാകിസ്ഥാന്റെ ചാര സംഘടന ഉദ്യോഗസ്ഥർക്ക് ഈ വിവരങ്ങൾ കൈമാറി എന്നുള്ളതാണ് ജ്യോതി മൽഹോത്ര ചെയ്തിട്ടുള്ള പ്രധാന കുറ്റം എന്ന് പറയുന്നത്. ഇവിടെ എങ്ങനെയാണ് ബ്ലാക്ക് ഔട്ടുകൾ എങ്ങനെയാണ് പ്രഖ്യാപിക്കുന്നത്, ബ്ലാക്ക് ഔട്ട് പുറപ്പെടുവിക്കുന്നതുകൊണ്ട് എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് മുൻകരുതലുകൾ സ്വീകരിക്കുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ചാര സംഘടനകൾക്ക് ജ്യോതി കൈമാറി എന്നുള്ളതാണ്. ഒപ്പം ഈ സംഭാഷണത്തിന് എൻസ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പുകളാണ് അവർ പ്രധാനമായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ടെലഗ്രാം ഉൾപ്പെടെയുള്ള ആപ്പുകൾ ഈ ആശയവിനിമയത്തിന് സംഭാഷണം കൈമാറാനായി ജ്യോതി ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഡാനിഷുമായി പാക് ചാരനായിട്ടുള്ള പാക് ഹൈക്കമ്മീഷണർ ഉൾപ്പെടെ ഉദ്യോഗസ്ഥനായിരുന്നിട്ടുള്ള ഡാനിഷുമായി നിരന്തരം ജ്യോതി ബന്ധം പുലർത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണ ഏജൻസികൾ. 2023 മുതൽ തന്നെ ഡാനിഷുമായി ജ്യോതിക്ക് ബന്ധമുണ്ടായിരുന്നു. ഈ വിവരങ്ങൾ ഡാനിഷിന് ഉൾപ്പെടെ കൈമാറി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഒപ്പം യൂട്യൂബേഴ്സ്, ജ്യോതി മാത്രമല്ല മറ്റു യൂട്യൂബേഴ്സിനെയും ഒക്കെ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. യൂട്യൂബേഴ്സിന് ഒരു ശൃംഖല ഇത്തരത്തിലുള്ള പ്രവർത്തികൾ നടത്താൻ വേണ്ടി ജ്യോതിയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാനുള്ള തീരുമാനമുണ്ടായി എന്നുള്ളതും നമ്മുടെ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം പല ബാങ്ക് അക്കൗണ്ടുകൾ ജ്യോതി മൽഹോത്രയ്ക്കുണ്ട്. അപ്പോൾ ജ്യോതി മൽഹോത്രയുടെ മറ്റ് സാമ്പത്തിക വിവരങ്ങൾ അല്ലെങ്കിൽ അവരെ ആരൊക്കെ ഇടപെട്ടു, അതിനെന്തൊക്കെ സാമ്പത്തികം കൈമാറിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്, ലഭിച്ചിട്ടുണ്ട് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ ബാങ്ക് അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് അന്വേഷണ ഏജൻസികൾക്ക് മുൻപാകെ ഇനിയുള്ളത്. മറ്റൊരു പ്രധാന അന്വേഷണം ഹരിയാന പോലീസ് അന്വേഷിക്കുന്നതിനൊപ്പം കേരള സന്ദർശനം. അവർ ഏറ്റവും ഒടുവിൽ കേരളത്തിലെത്തിയത് കൊച്ചിയിലാണ്. കൊച്ചിയിലെത്തുമ്പോൾ കപ്പൽശാല ഉൾപ്പെടെ അവർ സന്ദർശിച്ചിരുന്നു. മട്ടാഞ്ചേരിയിൽ പോയിരുന്നപ്പോൾ ഈ സന്ദർശനത്തിന്റെ സമയത്ത് താനൊരു വ്ളോഗറാണ്, അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ദൃശ്യങ്ങളൊക്കെ അത് പകർത്തുക, അത് തന്റെ യൂട്യൂബിലൂടെ ആളുകളെ അറിയിക്കുക എന്നുള്ളതായിരുന്നു ജ്യോതി പറഞ്ഞത്. പക്ഷേ നമ്മുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളിൽ ഉൾപ്പെടെ കപ്പൽശാല ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കേരളത്തിൽ വന്നപ്പോൾ അവരെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള പോലീസ് ജ്യോതി മൽഹോത്രയെ കുറിച്ചുള്ള അന്വേഷണം നടത്താനായിട്ടുള്ള അന്വേഷണം ഇപ്പോൾ തുടങ്ങുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനമായും ജ്യോതി മൽഹോത്രയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ അന്വേഷണ ഏജൻസികൾ തിരയുന്ന കാര്യങ്ങൾ.